മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നാം എല്ലാവരും ഇന്ന് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. നല്ലവനായ ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധരുടെ തിരുനാളുകൾ നാം ആചരിക്കുന്നതിന് ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ടെന്ന് നമ്മുടെ ചുറ്റുപാടും. ചിലരെ വിശുദ്ധരോടുള്ള വണക്കവും ബഹുമാനവും തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും അതിനെതിരായിട്ടുള്ള പ്രചാരണവും നടത്തുന്നുണ്ട്. പക്ഷേ ബഹുമാന്യരായിട്ടുള്ള ആളുകളെ ബഹുമാനിക്കുകയും അവരുടെ ജീവിത മാതൃക നമുക്ക് പ്രചോദനമാക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെയൊന്നാണ് കത്തോലിക്ക വിശ്വാസികൾ വിശുദ്ധരോടുള്ള ആ ബന്ധത്തിലും സൂക്ഷിക്കുന്നത്. വിശുദ്ധന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരുടെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുവാനായിട്ട് നാം ശ്രമിക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധന്മാരെക്കുറിച്ച് നാം ഓർമ്മിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം സന്തോഷിക്കുകയും നമ്മുടെ ബഹുമാനാദരവുകൾ ബാഹ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്യുക സാധാരണമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള തിരുനാളാഘോഷങ്ങളെ പഴിക്കുന്നതിൽ അർത്ഥമില്ല. തീർച്ചയായും തിരുനാളാഘോഷങ്ങൾ വലിയ ആർഭാടത്തിൻ്റെ അവസരങ്ങളാവുന്നത് ശരിയാവില്ല. പക്ഷേ നമ്മളെ വിശുദ്ധന്മാരെ അനുസ്മരിക്കുകയും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അനുപേക്ഷണീയമായിട്ടുള്ള കാര്യമാണ്. വിശുദ്ധ യോസേപ്പ് പിതാവിനെ കുറിച്ച് നാം ഇന്നിപ്പോൾ പ്രത്യേകമായിട്ട് ആരോടും അധികം പറയേണ്ട കാര്യമില്ല. കാരണം ഇന്ന് വിശുദ്ധനുള്ള ഭക്തിയും ബഹുമാനവും എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളിലും വ്യാപകമായിട്ടുണ്ട്. വിശുദ്ധൻ്റെ തിരുനാളുകൾ ആഘോഷിക്കുക ഇന്ന് പതിവായിട്ടുണ്ട്. വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ നാമത്തിൽ ധാരാളം സന്യാസ സമൂഹങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, പള്ളികളുണ്ട്. അതുപോലെ തന്നെ ധാരാളം ആളുകൾ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ പേര് സ്വീകരിച്ചിട്ടുള്ളവരായും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം അങ്ങനെ വിശുദ്ധനോടുള്ള നമ്മുടെ ബന്ധം നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ വിശുദ്ധനോടുള്ള ബന്ധം എല്ലാ സഭകളും ഒരുപോലെ അംഗീകരിക്കുന്നില്ല. ചരിത്രത്തിൽ എപ്പോഴും അങ്ങനെ ആയിരുന്നില്ല എന്നുള്ള കാര്യവും നമ്മൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. വിശുദ്ധ യോസേപ്പ് പിതാവിനെ കുറിച്ച് ആദ്യ നൂറ്റാണ്ടുകളിൽ വളരെയധികം പരാമർശനങ്ങൾ നമുക്ക് കാണുവാനില്ല. വാസ്തവത്തിൽ 16-17 നൂറ്റാണ്ടുകളായപ്പോഴാണ് വിശുദ്ധ യോസേപ്പിനോടുള്ള ഭക്തിക്ക് ഏറെ പ്രചാരം വന്നത്. 9-ാം പീസ് മാർപ്പാപ്പയാണ് വിശുദ്ധ യോസേപ്പിനെ സാർവത്രിക സഭയുടെ സംരക്ഷകനായിട്ട് മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിച്ചത്. അതിനുശേഷമാണ് വാസ്തവത്തിൽ കേരളത്തിലും മറ്റുമൊക്കെ വിശുദ്ധ യോസേപ്പിനുള്ള ഭക്തി ഇത്രയധികം വ്യാപകമായത്. സുവിശേഷങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ 2 സുവിശേഷങ്ങൾ മാത്രമാണ് വിശുദ്ധ യോസേപ്പിനെ കുറിച്ച് പരാമർശനമുള്ളത്. പക്ഷേ യോസേപ്പ് പിതാവിൻ്റെ ഒരു വാക്ക് പോലും നമുക്കായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും യോസേപ്പ് പിതാവ് മൗനിയായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വിശുദ്ധൻ്റെ വാക്കുകൾ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. നേരെ മറിച്ച് അപ്പോക്രിഫൽ രേഖകളിൽ യോസേപ്പ് പിതാവിനെ കുറിച്ചുള്ള വർണ്ണനകളും കഥകളുമെല്ലാം ധാരാളമായിട്ടുണ്ടെങ്കിലും സുവിശേഷങ്ങളിൽ ആ ഒരു പ്രാമുഖ്യം നൽകിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. 2 സുവിശേഷങ്ങളിൽ മാത്രമാണ് വിശുദ്ധ യോസേപ്പിനെ കുറിച്ച് പരാമർശിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും അതുപോലെ തന്നെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും. ഈ 2 സുവിശേഷങ്ങളിലും വിശുദ്ധ യോസേപ്പ് പിതാവ് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. സംസാരിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും നമുക്ക് ലഭ്യമല്ല. അതുകൊണ്ട് വിശുദ്ധ യോസേപ്പ് പിതാവിനെ കുറിച്ച് നമുക്ക് ഏറെ പറയുവാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നമുക്ക് സുവിശേഷങ്ങളിലുള്ള പരാമർശങ്ങളിൽ നിന്ന് ചില കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ വംശാവലി വിവരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ആ വിശുദ്ധന് ദാവീദ് രാജാവുമായിട്ടുള്ള ബന്ധം വ്യക്തമാക്കാനായിട്ടാണ്. ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് രക്ഷകൻ ജനിക്കുമെന്നുള്ള ആ വാഗ്ദാനം യോസേപ്പിലൂടെ പൂർത്തിയാവുകയാണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. രക്ഷകനെ വാഗ്ദാനം ചെയ്തിരുന്നു. ആ രക്ഷയുടെ പൂർത്തീകരണം ദാവീദിൻ്റെ വംശത്തിലുള്ള ഒരു പ്രവാചകനിലൂടെയാണ് സാധിക്കേണ്ടത് എന്നുള്ള കാര്യം യഹൂദ ജനതയ്ക്ക് അറിയാമായിരുന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് വിശുദ്ധ യോസേപ്പിൻ്റെ
യോസേപ്പിൻ്റെ വംശാവലിയിൽ ഈ ദാവീദിനോടുള്ള ബന്ധം മത്തായി ശ്ലീഹ വ്യക്തമാക്കുന്നത്. രക്ഷകൻ ദാവീദിൻ്റെ വംശത്തിൽ നിന്നുള്ള ആളാണ് എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം വിശുദ്ധ യോസേപ്പ് പിതാവ് യോസേപ്പ് പിതാവ് നിയമപരമായിട്ട് ഈശോയുടെ പിതാവായിരുന്നു, വളർത്തു പിതാവായിരുന്നു. പക്ഷേ ഈശോയുടെ ജനനം ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൻ്റെ ഏകജാതൻ മനുഷ്യനായിട്ട് മറിയത്തിലൂടെ പിറക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു മറിയത്തോടുള്ള ബന്ധത്തിലൂടെ അല്ല, പക്ഷേ യോസേപ്പിനുള്ള ബന്ധത്തിലൂടെയാണ് നൈയാമികമായിട്ടുള്ള പിതൃത്വം സ്ഥാപിക്കുവാൻ സാധിക്കുന്നത്, ദാവീദുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് യോസേപ്പിൻ്റെ വംശാവലിയാണ് മത്തായി ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ വിവരിച്ചിരിക്കുന്നത്. ആ പ്രവചനം ഈശോയിൽ പൂർത്തിയായി എന്നുള്ള കാര്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. നേരത്തെ പഴയ നിയമകാലത്ത് ഉണ്ടായിട്ടുള്ള പ്രവചനങ്ങൾ മിശിഹായിൽ പൂർത്തിയായി എന്നുള്ള കാര്യം സ്ഥാപിക്കുവാനാണ് വിശുദ്ധ മത്തായി ശ്ലീഹ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുന്നത്. അതിവിടെയും ഈശോയുടെ ജനനത്തിലും ആ കാര്യം മത്തായി ശ്ലീഹ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ലൗകികമായ രീതിയിൽ നോക്കിയാൽ യോസേപ്പ് പിതാവ് ഈശോയുടെ പിതാവാണ്, അങ്ങനെ ദാവീദിൻ്റെ വംശത്തിൽ പിറന്നയാളാണ്. അതേസമയം ഈശോ ദൈവത്തിൽ നിന്ന് വന്നവനാണ്, പരിശുദ്ധകന്യകയായ മറിയത്തിൽ നിന്ന് ജനിച്ചയാളാണ്. ആ ഒരു കാര്യവും മത്തായി ശ്ലീഹ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈശോയുടെ ദൈവത്വവും മനുഷ്യത്വവും രണ്ടും ബന്ധിപ്പിച്ചിട്ടുള്ള പരാമർശനമാണ് വിശുദ്ധ മത്തായി ശ്ലീഹ അതിൻ്റെ സുവിശേഷത്തിൽ നൽകുന്നത്. അപ്പോൾ ഈശോ ദൈവവും മനുഷ്യനുമാണ് എന്നുള്ള ആ സത്യം കൂടുതൽ വ്യക്തമാക്കാനായിട്ടാണ് വിശുദ്ധ മത്തായി ശ്ലീഹ താല്പര്യം കാണിക്കുന്നത്. അത് നമ്മളെ ഓർമ്മയിൽ വയ്ക്കേണ്ട കാര്യമാണ്. വിശുദ്ധ യോസേപ്പ് പിതാവ് ഈശോയുടെ വളർത്തു പിതാവാണ്. ആ രീതിയിലാണ് നാം വിശുദ്ധനെ കാണുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും എല്ലാം ചെയ്യുന്നത്. അതുപോലെ വിശുദ്ധ യോസേപ്പിനെക്കുറിച്ച് നമ്മളെ സുവിശേഷങ്ങളിൽ നിന്ന് ഗ്രഹിക്കുന്ന ഒരു കാര്യം, യോസേപ്പ് പിതാവിന് പലപ്പോഴും ദർശനങ്ങൾ ലഭിക്കുന്നുണ്ട്. ദൈവദൂതൻ പ്രത്യക്ഷനായി അങ്ങനെ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ ഇംഗിതം എന്താണെന്നുള്ളത് വിശുദ്ധ യോസേപ്പിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യോസേപ്പ് പിതാവ് ആ ദർശനങ്ങൾ വിശ്വസിക്കുകയും ആ ദർശനങ്ങളിലൂടെ വെളിപ്പെടുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തയാളാണ്. വിശുദ്ധ യോസേപ്പ് പിതാവിനെ സംബന്ധിച്ചോളം നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം, വിശുദ്ധ യോസേപ്പ് പിതാവ് ദൈവഹിതത്തോടെ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളോട് പരിപൂർണമായിട്ടും വിശ്വസ്തനായിരുന്നു എന്നുള്ള കാര്യമാണ്. പക്ഷേ അതോടൊപ്പം നമ്മൾ ഓർമ്മിക്കുന്ന ഒരു കാര്യം, ഈശോയും വിശുദ്ധ യോസേപ്പിനോട് വിധേയനായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോയെ കാണാതെ പോവുകയും ഈശോയെ ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തുകയും ചെയ്ത ശേഷം ഈശോയെക്കുറിച്ച് പറയുന്നത്, ഈശോ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി അവിടെ തൻ്റെ മാതാപിതാക്കൾക്ക് വിധേയനായിട്ട് ജീവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും യോസേപ്പ് പിതാവ് ഈശോയുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചൊരു വ്യക്തിയാണ്. ഈശോയ്ക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം, മാനുഷികമായിട്ടുള്ള പരിശീലനവും ഭൗതികമായിട്ടുള്ള അന്ന് ലഭ്യമായിട്ടുള്ള അറിവുമെല്ലാം നൽകി ഈശോയുടെ ജീവിതത്തെ സാരമായിട്ട് സ്വാധീനിച്ചയാളാണ് വിശുദ്ധ യോസേപ്പ് പിതാവ് എന്നുള്ളത് നമ്മൾ ഓർമ്മയിൽ വയ്ക്കേണ്ടതാണ്. യോസേപ്പ് പിതാവ് തച്ചനായിരുന്നു. ഈശോയെക്കുറിച്ചും നീ ആ തച്ചൻ്റെ മകനല്ലേ എന്ന് ചോദിച്ച ആ സംഭവം നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത്രത്തോളം ഈശോയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ആളാണ് വിശുദ്ധ യോസേപ്പ് എന്നുള്ളത് കാര്യവും നമ്മൾ പ്രിയമായിട്ട് ഓർമ്മിക്കേണ്ടതാണ്. വിശുദ്ധ യോസേപ്പിനെ അനുസരിച്ചുകൊണ്ട് ഈശോ തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുകയായിരുന്നു തൻ്റെ ബാല്യകാലത്ത്. നമ്മുടെ ഈ രണ്ട് സുവിശേഷങ്ങളിലും ഈശോയുടെ ബാല്യകാലത്തെക്കുറിച്ചുള്ള അനുസ്മരണങ്ങളിൽ മാത്രമാണ് യോസേപ്പിനെ കുറിച്ച് പരാമർശിക്കുന്നത് എന്ന് നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കാം. അപ്പോൾ അങ്ങനെ വിശുദ്ധ യോസേപ്പ് പിതാവിനെ സംബന്ധിച്ചോളം എടുത്തു പറയാവുന്ന ആദ്യത്തെ കാര്യം, വിശുദ്ധ യോസേപ്പ് പിതാവ് ദൈവത്തോടുള്ള വിധേയത്വത്തിൽ ജീവിച്ച ഒരാളാണ്. പൂർണ്ണമായും ദൈവഹിതത്തിന് വഴങ്ങി ജീവിച്ചയാളാണ്. ഈശോയുടെ ദൈവഹിതമെന്ന് പറയുന്നത് പലപ്പോഴും സ്വീകരിക്കാൻ വിഷമമുള്ള കാര്യമായിരുന്നു. തനിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന പരിശുദ്ധ കന്യാമറിയം ഗർഭസ്ഥയായി കണ്ടപ്പോൾ തീർച്ചയായിട്ടും യോസേപ്പ് പിതാവിന് വളരെയധികം മനക്ലേശം ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ യോസേപ്പ് പിതാവിന് ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുകയുണ്ടായി. പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥയായിരിക്കുകയാണ്, അവിടെ നിന്നാണ് രക്ഷകൻ നമുക്ക് ലഭിക്കുന്നതെന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ അതിന് പൂർണ്ണമായിട്ടും വിധേയമായിട്ട് മറിയത്തെ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ദൈവഹിതത്തിന് പൂർണ്ണമായും വഴങ്ങി തൻ്റെ വേദനകൾക്ക് നടുവിൽ ദൈവഹിതം എന്താണെന്ന് അറിഞ്ഞപ്പോൾ അതിന് വിധേയനായി ജീവിക്കുന്നൊരു വ്യക്തിയായിട്ടാണ് വിശുദ്ധ യോസേപ്പിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ യോസേപ്പ് പിതാവ് ഈ അനുസരണയുടെ മാതൃകയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ അനുസരണയ്ക്ക് നാം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്.
ഒരുപക്ഷെ ആധുനിക കാലത്തെ വലിയ പ്രയാസം നമുക്ക് മറ്റുള്ളവരുടെ ഇംഗിതത്തിന് വിധേയമാവുക എന്നുള്ളതാണ്. തീർച്ചയായും നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ അധികാരികൾ ആ ന്യായമായിട്ടുള്ള അധികാരങ്ങൾക്ക് വിധേയമാവുക എന്നുള്ളത് ക്രിസ്ത്യ ജീവിതത്തിനൊരു ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. യോസേപ്പ് പിതാവിനെ ധന്യനാക്കുന്നതും ഈ ദൈവഹിതത്തിലുള്ള വിധേയത്വത്തിലൂടെയാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പിന്നീട് യോസേപ്പ് പിതാവ് അതുപോലെ തന്നെ ഈശോയുടെ ജനനത്തിന് ശേഷം ഈശോയുമായിട്ട് ഒളിച്ചോടേണ്ട ആവശ്യം വന്നു. അതും ദൈവദൂതൻ്റെ നിർദ്ദേശമനുസരിച്ച് കാര്യം ദൈവഹിതം മനസ്സിലായ ഉടനെ ഈശോയെയും മറിയത്തെയും കൂട്ടിക്കൊണ്ട് യോസേപ്പ് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയാണ് ചെയ്തത്. ആ ഈജിപ്തിൽ പോയി വസിക്കുകയും പിന്നീട് ദൈവഹിതമനുസരിച്ച് തിരിച്ചു വരികയും ആ അവസരത്തിൽ പോലും സ്വന്തം നാട്ടിലേക്ക് പോകാൻ സാധിക്കാതെ മറ്റൊരു സ്ഥലത്ത് പോയി ഗലീലയിൽ പോയി താമസിക്കുവാനായിട്ടാണ് ഇടയായത്. അങ്ങനെ ദൈവഹിതത്തോട് എപ്പോഴും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് വിശുദ്ധ യോസേപ്പ് പിതാവിനെ നമ്മൾ കാണുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ട ഒരു സവിശേഷതയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഈ ദൈവഹിതത്തിലുള്ള വിധേയത്വമാണ് പ്രധാനമായിട്ടും നമ്മൾ കണക്കിലെടുക്കേണ്ടത്. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്, എൻ്റെ കൽപ്പനകൾ പാലിക്കുമെങ്കിലെന്ന്. അപ്പോൾ അങ്ങനെ കൽപ്പനകൾ പാലിച്ച് ദൈവത്തിന് വിധേയമായിട്ട് ജീവിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകാര്യരായിട്ട് വരുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്കിന്ന് സാധിക്കേണ്ടതാണ്. വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ ആ ദൈവഹിതത്തിലുള്ള വിധേയത്വം, അനുസരണം ഇന്നും നമുക്ക് പ്രചോദനം നൽകേണ്ടതാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മിക്കാം. അതുപോലെ തന്നെ വിശുദ്ധ യോസേപ്പ് പിതാവ് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. ഈശോയെ പ്രതി വേദനകൾ സഹിച്ചിട്ടുണ്ട്. ഈശോയുടെ ജീവിതം തന്നെ സഹനത്തിൻ്റെ ജീവിതമായിരുന്നു, ത്യാഗത്തിൻ്റെ ജീവിതമായിരുന്നു. വിശുദ്ധ യോസേപ്പിനും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആ ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിൽ ഈ വേദനയുടെ ഭാഗമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. വിശുദ്ധ കന്യാമറിയത്തെ സ്വീകരിച്ച അവസരത്തിൽ സ്വീകരിക്കുന്നതിനുണ്ടായിരുന്ന വേദനയുടെ അനുഭവം നാം ഇവിടെ മനസ്സിലാക്കിയുണ്ടായി. അതുപോലെ തന്നെയാണ് പിന്നീട് ഈശോയെ കൂട്ടിക്കൊണ്ട് ദേവാലയത്തിലേക്ക് പോയപ്പോൾ ദേവാലയത്തിൽ ഈശോയെ സമർപ്പിക്കുവാനുമായി കൊണ്ടുപോയ അവസരത്തിൽ ശമയോൻ ഈശോയെ കരങ്ങളെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഇത് ഇടർച്ചയ്ക്കുള്ള അടയാളമാണ്, അതുപോലെ തന്നെ മറിയത്തിൻ്റെ ഹൃദയത്തിലുള്ളൊരു വാൾ കിടക്കും എന്നെല്ലാം പറഞ്ഞ അവസരത്തിലും ഈ വേദന വിശുദ്ധ യോസേപ്പ് പിതാവും അതിൽ പങ്കാളിയായിരുന്നു എന്നുള്ള നമ്മൾ കാര്യം ഓർമ്മിക്കാം. വിശുദ്ധിയുടെ പാതയിൽ എപ്പോഴും നമുക്ക് സഹനത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധിക്കില്ല. സഹനത്തിലൂടെയാണ് നമ്മൾ ഈശോയുടെ ജീവിതത്തോട് താതാത്മ്യപ്പെടുന്നത്. കുരിശിൻ്റെ വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോഴാണ് ഈശോയോട് നമ്മൾ കൂടുതൽ അടുത്ത് വരുന്നതെന്നുള്ള കാര്യം നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കാവുന്നതാണ്. അങ്ങനെ വിശുദ്ധ യോസേപ്പ് പിതാവ് ഈശോയുടെ വേദനയിലും പങ്കാളിയായിരുന്നു ഒരു വിധത്തിൽ. അതുപോലെ തന്നെ ദേവാലയത്തിൽ ഈശോയെ കാണാതെ പോയി. ജെറൂസലേമിൽ പോയ അവസരത്തിൽ തിരിച്ച് വന്ന അവസരത്തിൽ ഈശോയെ കണ്ടില്ല. പിന്നീട് ഈശോയെ അന്വേഷിച്ച് 1-2 ദിവസം അവിടെ ഇവിടെയെല്ലാം തിരഞ്ഞതിന് ശേഷമാണ് ദേവാലയത്തിൽ ഈശോയെ കണ്ടുമുട്ടുന്നത്. യോസേപ്പ് പിതാവ് ആ അവസരത്തിൽ എന്തെങ്കിലും പറഞ്ഞതായിട്ട് നാം ഒന്നും രേഖപ്പെടുത്തിപ്പെട്ടിട്ടില്ല. യോസേപ്പ് പിതാവ് ശാസിക്കുകയോ അല്ലെങ്കിൽ തൻ്റെ ദുഃഖം പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്തതായിട്ട് നമുക്ക് രേഖയില്ല. പക്ഷേ പരിശുദ്ധ കന്യാമറിയം പറയുന്നുണ്ട്, നിൻ്റെ പിതാവും ഞാനും കൂടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു എന്നുള്ളത് ആ കാര്യം സൂചിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം അത് അങ്ങനെ യോസേപ്പ് പിതാവും മാതാവും ഒരുപോലെ ദുഃഖിച്ച അവസരമാണ് ഈശോയെ കാണാതായ സന്ദർഭം. അതുപോലെയുള്ള ഈശോയുടെ ജീവിതത്തിലെ ഈ ത്യാഗത്തിൻ്റെ പാതയിലൂടെ വിശുദ്ധ യോസേപ്പും നടന്നു എന്നുള്ളത് നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള സഹനത്തിൻ്റെതായിട്ടുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ ആ ത്യാഗത്തിൻ്റെ അവസരങ്ങളെ നമ്മൾ ദൈവഹിതത്തോടെ വിധേയമായിട്ടുള്ള രീതിയിൽ സ്വീകരിക്കുകയും അതിനെ ഈശോയുടെ സമർപ്പണത്തോടെ ചേർന്ന് നമ്മളും സമർപ്പിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷയുടെ മാർഗമായിട്ട് വരുന്നത്. അങ്ങനെ വിശുദ്ധ യോസേപ്പിൻ്റെ മാതൃക ഈ തലത്തിൽ നമുക്ക് അനുകരണീയമാണ് എന്നുള്ളതും ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ യോസേപ്പ് പിതാവ് തിരുക്കുടുംബത്തിൻ്റെ തലവനായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മിക്കാവുന്നതാണ്. വാസ്തവത്തിൽ ഈ തിരുക്കുടുംബത്തോടുള്ള ഭക്തി നമ്മുടെ കുടുംബങ്ങളിൽ വളരെയധികം വ്യാപകമാണ്. പക്ഷേ ആ തിരുക്കുടുംബത്തിൻ്റെ തലവൻ വിശുദ്ധ യോസേപ്പ് പിതാവായിരുന്നു. വിശുദ്ധ കന്യാമറിയവും ഈശോയും വിശുദ്ധ യോസേപ്പിൻ്റെ ഹിതത്തിന് വിധേയമായി ജീവിക്കുകയായിരുന്നു. ആ ഒരു വലിയ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും പരസ്പര വിധേയത്വത്തിൻ്റെയും എല്ലാം വലിയ മാതൃകയാണ് തിരുക്കുടുംബം നമുക്ക് കാണിച്ചു തരുന്നത്. ഇന്ന് നമ്മൾ ഈ കുടുംബത്തെക്കുറിച്ച് വളരെയേറെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബ ബന്ധങ്ങളിൽ പരസ്പരമുള്ള ധാരണയും വിശ്വസ്തതയും പരസ്പരം അംഗീകരിക്കുവാനുള്ള സന്നദ്ധതയുമെല്ലാം ഉണ്ടാകേണ്ടതാണ് എന്നുള്ള കാര്യം ഒന്നുകൂടെ ഓർമ്മയിൽ കൊണ്ടുവരുവാനും യോസേപ്പ് പിതാവിൻ്റെ
തിരുനാൾ തന്നെ നമ്മളെ സഹായിക്കേണ്ടതാണ്. തിരുക്കുടുംബത്തിലുണ്ടായിരുന്ന സമാധാനവും ശാന്തതയും പരസ്പരം അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും പരസ്പരം വിധേയമാകുവാനുമുള്ള സന്നദ്ധത നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു അത്, സന്തോഷഭരിതമായിട്ടൊരു കുടുംബം. ഇന്ന് കുടുംബത്തെക്കുറിച്ച് വളരെയധികം ആശങ്കകൾ നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഈ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സഭ വളരെയധികം ആകുലയാകുന്നത്. ഇപ്പോൾ പരിശുദ്ധ പിതാവ് ഒരു സിനഡ്, മിത്രാന്മാരുടെ ആഗോളതലത്തിലുള്ള സിനഡ് വിളിച്ചു കൂടുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യുകയും വേണ്ട മാർഗ്ഗനിർദ്ദേശം നൽകുകയും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള സിനഡുകളാണ്. പക്ഷേ അത് ഇന്നത്തെ ഇന്ന് നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ തീവ്രത മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കേണ്ടതാണ്. നമ്മുടെ കുടുംബങ്ങളിലെ ബന്ധങ്ങൾ തകരുന്നു, വിശ്വാസ്യത ഇല്ലാതാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളുടെ ജീവിത മാതൃക മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് തീരുന്നില്ല. അപ്പം ഇങ്ങനെയെല്ലാമുള്ള പ്രയാസങ്ങളെ നമ്മളെ തരണം ചെയ്യുന്ന ഈ അവസരത്തിൽ നമ്മൾ പ്രത്യേകമായിട്ടും കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. വിശുദ്ധ പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള ആ തിരുക്കുടുംബത്തെക്കുറിച്ച് ഓർമ്മിക്കുവാനും ആ തിരുക്കുടുംബത്തിൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനുമായിട്ടുള്ള ആ ഒരു ശ്രദ്ധ നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ കുടുംബ വിശദീകരണ വർഷമായിട്ട് ഈ വർഷത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ കുടുംബ വിശദീകരണ വർഷത്തിൽ പ്രത്യേകിച്ചും ഈ തിരുക്കുടുംബത്തെക്കുറിച്ച് ഓർമ്മിക്കുവാനും തിരുക്കുടുംബ ജീവിതത്തിൻ്റെ നിലപാടുകൾക്ക് അനുസൃതമായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുമുള്ള വലിയൊരു ആഗ്രഹമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ നമുക്ക് വിശദീകരിക്കുവാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ അടുത്ത തലമുറയിലേക്ക് ഈ വിശുദ്ധ സന്ദേശം അറിയിക്കുവാനും നമ്മുടെ സുവിശേഷം പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ തിരുക്കുടുംബത്തിൻ്റെ തലവനായ വിശുദ്ധ യോസേപ്പ് എന്നുള്ള നിലയിലും യോസേപ്പ് പിതാവിനെ മനസ്സിലാക്കാനും ജീവിത മാതൃക നമുക്ക് സ്വീകരിക്കുവാനും സാധിക്കണം. അങ്ങനെ യോസേപ്പ് പിതാവിനെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയും യോസേപ്പ് പിതാവിൻ്റെ ജീവിത മാതൃക നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർത്തുവാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യേണ്ട ഒരു അവസരമാണ് ഈ തിരുനാളിൻ്റെ അവസരം. അതേസമയത്ത് ഈ അടുത്ത കാലത്ത് പൊന്തി വന്നിട്ടുള്ള ഒരു ചിന്തയെക്കുറിച്ചുകൂടെ പറയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. യോസേപ്പ് പിതാവിൻ്റെ പേര് ആരാധനാക്രമത്തിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു ആശയം അടുത്ത കാലത്ത് വരികയുണ്ടായി. വാസ്തവത്തിൽ 16-17 നൂറ്റാണ്ടുകളിലാണ് ഇത്രയും വ്യാപകമായിട്ട് ആരംഭിച്ചത്. പൗരസ്ത്യ സഭകൾക്ക് ഈ കാര്യത്തിൽ എപ്പോഴും വൈമുഖ്യമുണ്ടായിരുന്നു. ഇന്നും ഓർത്തഡോക്സ് സഭകൾ ഇങ്ങനെയുള്ള യോസേപ്പ് പിതാവിനുള്ള ഭക്താനുഷ്ഠാനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. അവരുടെ കുർബാനക്രമങ്ങൾ യോസേപ്പ് പിതാവിൻ്റെ പേര് ചേർക്കാറുമില്ല. ലത്തീൻ സഭയിൽ തന്നെയും കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് ഇങ്ങനൊരു ചിന്ത വരികയും ആരാധനയിൽ കുർബാനക്രമത്തിൽ അത് ചേർക്കാനായിട്ട് ഇടയാകുകയും ചെയ്തത്. പിന്നീട് അത് മാറ്റുകയും തിരിച്ചിപ്പോൾ കൊണ്ടുവന്നിരിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ആരാധനാക്രമത്തിന് മുന്നിലേക്ക് നമ്മളെ കൂടുതൽ മാതൃകയാക്കേണ്ടത് പൗരസ്ത്യ സഭകളെയാണ്, അതുപോലെ അല്ലെങ്കിൽ പൗരസ്ത്യ സഭയുടെ പാരമ്പര്യങ്ങൾ പുലർത്തുന്ന ഓർത്തഡോക്സ് സഭകളെയാണ്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടാണ് നമ്മുടെ സഭയിലെ ക്രമീകരണങ്ങളും വരേണ്ടത്. തീർച്ചയായിട്ടും ഭക്താനുഷ്ഠാനങ്ങളും സ്വകാര്യ ഭക്താനുഷ്ഠാനങ്ങളും അങ്ങനെയുള്ള പ്രാർത്ഥനാ രീതികളുമെല്ലാം നമുക്ക് പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. അതോടൊപ്പം അതെല്ലാം ആരാധനാക്രമത്തോട് യോജിച്ച് പോകുന്നതാണ്. ആരാധനാക്രമത്തിൻ്റെ ചൈതന്യത്തോട് യോജിച്ച് പോകുന്ന രീതിയിൽ ഉള്ള ഭക്താനുഷ്ഠാനങ്ങൾ വളർത്തിയെടുക്കുവാനും ഒക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് ആരാധനാ മത്സരത്തിൻ്റെ ക്രമീകരണം അനുസരിച്ച് ഭക്താനുഷ്ഠാനങ്ങൾ ക്രമീകരിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അതല്ലാതെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ നമ്മൾ യോസേപ്പ് പിതാവിൻ്റെ പേരൂടെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചാൽ പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യത്തിൽ നിന്നുള്ള ഒരു മാറ്റമായിരിക്കും അത് എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഒരു കാര്യമുണ്ടെന്നുകൂടി ഞാൻ ഓർപ്പിക്കുകയായിരുന്നു. യോസേപ്പ് പിതാവിനോടുള്ള നമ്മുടെ ഭക്തിയും ബഹുമാനവും ആദരവും നമ്മളെന്നും പുലർത്തുകയും യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം തേടുകയും ചെയ്യുന്നത് സഭ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്ന് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പുഷ്ടിക്കും അതിൻ്റേതായിട്ടുള്ള ശരിയായിട്ടുള്ള വളർച്ചയ്ക്കും അത് ആവശ്യമാണ്. യോസേപ്പ് പിതാവിൻ്റെ മാതൃക പ്രത്യേകിച്ച് നമ്മളെ സ്വാധീനിക്കേണ്ടതാണ്. അതുകൊണ്ട് അതിനെല്ലാം ഈ തിരുനാൾ പ്രചോദനമാകട്ടെ. അതിന് യോസേപ്പ് പിതാവ് നമുക്ക് മാർഗദർശിയായി തീരട്ടെ എന്നെല്ലാം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.